പി കുര്യൻ. ഞാൻ വരുന്നത് കോഴിക്കോട് താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ 17/6/2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഞാൻ ഏകദേശം 3.5 വർഷത്തോളം ജർമ്മനിക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് കോൺട്രാക്റ്റ് കിട്ടാണ്ട് വരികയും വിസ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തിട്ട് പോലും എനിക്ക് ആ സമയത്ത് കോൺട്രാക്റ്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയും ചെയ്തൊരു സ്റ്റുഡൻ്റാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഫോണിലേക്ക് മെയിലായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് അയച്ചു കിട്ടുകയും പിന്നീട് ഞാൻ എൻ്റെ വിസ ഇൻ്റർവ്യൂവിന് പോവുകയും ജൂലൈ 4-നായിരുന്നു എനിക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. എന്നോട് ഏജൻസിക്കാർ പറഞ്ഞത് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം 20-40 ദിവസത്തോളം എടുക്കും പോസ്റ്റ് വഴി എൻ്റെ പാസ്പോർട്ട് വിസ അടിച്ച് കിട്ടാനായിട്ട്. പരിശുദ്ധ അമ്മേൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എനിക്കെൻ്റെ പോസ്റ്റ് വഴി വിസ അടിച്ച് കിട്ടുകയും ഈ വരുന്ന സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയും ചെയ്യുകയാണ്. ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ രാവിലെ എണീച്ച് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ഇവിടുന്ന് തന്ന പത്രം എൻ്റെ ഇടവകയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഇടവകയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും അതേപോലെ തന്നെ 2 ആഴ്ച തോറും ഞാൻ കുമ്പസാരിക്കുകയും ചെയ്തു. ഇതുവഴി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, എനിക്ക് കുറച്ച് പേടിയുള്ള ടൈപ്പാണ് ഞാൻ. അപ്പം എനിക്ക് ഈ കോൺട്രാക്റ്റ് കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒത്തിരി വല്ലാത്ത ഒരു പേടിയായിരുന്നു. എനിക്കിത് പോകാൻ പറ്റുമോ? അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഈ പേപ്പർ വർക്ക് മൊത്തം ചെയ്തത്. അപ്പം ഈ 5 ദിവസത്തിനുള്ളിൽ ഈ വിസ പോസ്റ്റ് വഴി വരുന്നത് ഇനിയിപ്പോൾ റിജക്ഷൻ ആയിട്ടാണോ വരുന്നത് എന്നൊക്കെ ഒരു പേടി എനിക്ക് വല്ലാണ്ടുണ്ടായിരുന്നു. എനിക്ക് പോസ്റ്റ് വഴി അയച്ചു കിട്ടിയപ്പോൾ ഞാൻ അവിടെ നിന്ന് തുറന്നു നോക്കാനൊന്നും നിന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് തുറന്നു നോക്കുകയാണ് ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ 5 ദിവസം ഇത്ര പെട്ടെന്നൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേപ്പർ പ്രോസസ്സ് ചെയ്തു തന്നവർ പറഞ്ഞു അത് വളരെ ലെക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി. ഇവിടെ വന്ന് ഞാൻ മുമ്പ് ഇവിടെ 2 തവണ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മേൻ്റെ കൂടെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടാത്ത അവസ്ഥയിൽ വന്നപ്പം ഞാൻ എൻ്റെ ആൻറ്റി വഴിയാണ് ഞാനിവിടെ പിന്നീട് വന്നത്. ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് നീ ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുത്ത് നോക്ക്, അമ്മ എന്തൊക്കെയാണേലും നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അനുഗ്രഹം നൽകുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഈ മകന് ജർമ്മനിയിലേക്ക് പോകുവാനായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനയിൽ ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ മകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം. അപ്പം നമുക്ക് സ്വാഭാവികമായ യുക്തിയിൽ നമുക്ക് ചോദിക്കാം, ഉടമ്പടി എടുക്കാത്തവരും ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാത്തവരുമൊക്കെ ജർമ്മനിയിൽ പോകുന്നുണ്ട്, ജർമ്മനിയിൽ ജീവിക്കണുണ്ട്. അപ്പം ജർമ്മനി പോകുന്നതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് പറയുന്നത്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ 10-20-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തിനെക്കുറിച്ച് ഇത്രയും പേരുടെ മുൻപിൽ ഇപ്പോഴും അല്ലെ ഭാവിയിൽ ഇതിനേക്കാളും 10,000-കണക്കിന് ആളുകളുടെ മുൻപിൽ പിന്നീടും നവമാധ്യമങ്ങളിലൂടെ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് കെൽപ്പുള്ള അനുഭവമുള്ള ഒരാളായിട്ട് ബോധ്യപ്പെട്ട് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം. അതിന് വ്യക്തമാണ്, പിന്നെ വാക്കുകൾക്കപ്പുറം ഒരു ഇതുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ദൈവ അനുഭവത്തിനെക്കുറിച്ച് പറയുവാനായിട്ടൊരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിനെക്കുറിച്ചും ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒരു അറിവും ജ്ഞാനവും ഒക്കെ മതബോധന ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് വെച്ച് പറയാം. പക്ഷേ ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങളൊന്നും അതല്ല. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയിട്ടുള്ള പരീക്ഷയാണെങ്കിലും അത് വിജയമാണെങ്കിലും പരാജയമാണ് എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയിലൂടെ അവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെ അനുഭവിച്ചതെന്ന് പറയുക. അത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് ഈ സാക്ഷ്യം കേൾക്കുന്നവർക്കും ഈ പ്രായത്തിലുള്ള കുട്ടികളും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും എല്ലാം അറിയാം. അപ്പോൾ അത്രത്തോളം ബോധ്യത്തോടു കൂടി അനേകം ചെറുപ്പക്കാരികളും ഈ അൾത്താരയിൽ വരാനായിട്ട് പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നുണ്ട്. കാരണം മാതാവ് ഇപ്പം ഈ കൂടെ നിന്ന ആൻറ്റിയാണ് ഇവനെ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പം ഒരു ചെറിയൊരു തുറവിയും ചെറിയൊരു ആഗ്രഹവും ചെറിയൊരു പ്രാർത്ഥനയോടും കൂടി ഈ ആലയത്തിൽ കാലു ചുവട്ടുന്നവരൊക്കെയും പരിശുദ്ധമ്മയുടെ വലിയ അനുഭവത്തോടു കൂടിയാണ് തിരികെ പോകുന്നത്. അപ്പോൾ അത്രയും പ്രാർത്ഥനയോടെ ഈ മകൻ ഇവിടെ വന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ വന്നു എന്ന് മാത്രമല്ല, വന്നതിൻ്റെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്രമീകരിക്കാനും പ്രാർത്ഥിക്കുവാനും രാവിലേക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ ഇപ്പം നമുക്ക് ഒരു സാഹചര്യത്തിൽ പഠിച്ചില്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല എന്നൊക്കെ തോന്നും പഠിക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങണമെങ്കിൽ ഈ രാവിലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യം ഉണ്ടാവണമെന്നൊരു ബോധ്യവും അനുഭവമൊക്കെ കിട്ടണം. അപ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെയാണ് ഉടമ്പടി അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും കിട്ടുകയും ഭൗതികമായ നന്മകൾ ലഭിക്കുന്നില്ല. ഇവിടെ ലഭിക്കുന്നത് ദൈവത്തെയും
ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെയാണ്. അതാണ് ഉടമ്പടിയുടെ അനുഭവം എന്ന് പറയുന്നത്. അത് ഇടം മുറിയാതെ ഇങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് അമ്മ തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ലക്ഷ്യം വെച്ച ഈ പദ്ധതി ഇനിയും നമ്മളിലൂടെ ഇനിയും നിറവേറുവാനായിട്ട് ഇടവരുത്തണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ മകൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.